അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെടുന്നത് പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ്. വരുമാന മാർഗം നിലയ്ക്കുന്നത് മാത്രമല്ല, ജോലിയില്ലാത്ത അവസ്ഥ, പൈസയില്ല, ലോൺ, EMI, വാടക, നാട്ടിലെ ചെലവ് തുടങ്ങിയ വലിയ സാമ്പത്തിക ബാധ്യതകൾ എങ്ങനെ വീട്ടുമെന്ന വലിയൊരു ആശങ്കയിലായിരുന്നു മിഡിൽ ഈസ്റ്റ് സംഘർഷാവസ്ഥയിൽ മിക്ക പ്രവാസികളും. ഇത്തരം സാഹചര്യങ്ങളിൽ പലരും പരിഭ്രാന്തരാവുകയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ പ്രവാസികൾ ഒറ്റയ്ക്കല്ല. വായ്പ എടുക്കുന്നവരെ സഹായിക്കുന്നതിനായി UAE നിയമം അനുസരിച്ച് കൃത്യമായ സുരക്ഷാ കവചങ്ങളുണ്ട്. UAE സെൻട്രൽ ബാങ്കിന്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ അനുസരിച്ച് ജോലി നഷ്ടപ്പെട്ട പ്രവാസിക്ക് തിരിച്ചടവ് നിബന്ധനകൾ ബാങ്കുമായി പുനഃക്രമീകരിക്കാനാകും. പല ആളുകൾക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. കാരണം മിഡിൽ ഈസ്റ്റ് സംഘർഷം പോലുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ നിരവധി ആളുകളാണ് അവരുടെ പേഴ്സണൽ ലോണുകളും കാർ ലോണുകളും ഉൾപ്പെടെയുള്ള സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് ഭയപ്പെട്ടത്. അതിനാൽ മാറി നിൽക്കുന്നതിന് പകരം ബാങ്കുകളുമായി സംസാരിച്ച് ഈ അവസ്ഥയെ മറികടക്കാൻ ഏതൊരു പ്രവാസിക്കും സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ അത് ബാങ്കിനെ അറിയിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. UAE സെൻട്രൽ ബാങ്കിന്റെ നിയമം അനുസരിച്ച് വായ്പാക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവ തുറന്നു സംസാരിക്കാൻ ബാങ്കുകൾ ആവശ്യമായ സാഹചര്യം ഒരുക്കണം. കൂടാതെ ക്രെഡിറ്റ് കൗൺസിലിംഗ് വഴി വായ്പാക്കാർക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകാനുള്ള അവകാശം ബാങ്കുകൾക്കുണ്ട്. ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പഴയ രീതിയിലുള്ള മാസത്തവണകൾ അടയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാങ്കിനോട് ലോൺ പുനഃക്രമീകരിക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അതായത് കുറച്ച് മാസത്തേക്ക് തിരിച്ചടവ് നീട്ടി ചോദിക്കാനും പല ബാങ്കുകളിലായി ലോണുകൾ ഉണ്ടെങ്കിൽ അവ ഒന്നാക്കി മാറ്റുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ഇതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ കാലാവധി നീട്ടുകയോ ഇൻസ്റ്റാൾമെന്റ് കുറയ്ക്കുകയോ ചെയ്യാനും സാധിക്കും. ഇനി ബാങ്ക് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ തിരിച്ചടവ് പ്ലാനിൽ ധാരണയിൽ എത്തിയാൽ 10 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ആ പുതിയ നിബന്ധനകൾ ബാങ്ക് രേഖാമൂലം നൽകണം. ഇതിൽ നിങ്ങളുടെ ഓരോ പേയ്മെന്റും എങ്ങനെയാണ് പലിശയിലേക്കും പ്രിൻസിപ്പൽ തുകയിലേക്കും പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഷെഡ്യൂൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കൂടാതെ തിരിച്ചടവിൽ വരുന്ന വീഴ്ചകൾ ക്രെഡിറ്റ് ബ്യൂറോയെ അറിയിക്കുമെന്ന കാര്യവും ബാങ്ക് നിങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുകയും വേണം. അതേസമയം നിങ്ങളുടെ അഭ്യർത്ഥന പരിഗണിക്കുന്നതിന് മുന്നേ തന്നെ ബാങ്ക് മൊത്തത്തിലുള്ള കടബാധ്യതകൾ പരിശോധിക്കും. ഇതിനായി ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസിയുടെ സഹായവും ചിലപ്പോൾ ബാങ്കുകൾ തേടിയേക്കാം. ഡെപ്റ്റ് ബർഡൻ റേഷ്യോ അനുസരിച്ചായിരിക്കും പുതിയ പ്ലാൻ ബാങ്ക് അനുവദിക്കുക. എങ്കിലും പ്രവാസികൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവർക്ക് പരിഗണന നൽകണമെന്നത് സെൻട്രൽ ബാങ്കിന്റെ കർശന നിർദ്ദേശമാണ്. ഇനി ജോലി നഷ്ടപ്പെട്ടാൽ ഇതിൽ നിന്ന് ഒളിച്ചോടുകയോ പേടിക്കുകയോ ചെയ്യുന്നതിന് പകരം ബാങ്കിനെ നേരിട്ട് സമീപിച്ച് നിയമപരമായ ആനുകൂല്യങ്ങൾ തേടുകയാണ് വേണ്ടത്. UAE ശക്തമായ നിയമങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ പ്രവാസികൾക്ക് വലിയൊരു താങ്ങായും തണലായും മാറുന്നുണ്ട്. നിയമം അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ അത് നമ്മെ വല്ലാതെ സഹായിക്കും. അപ്പോൾ ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി ഒരു ധാരണയുണ്ടാക്കി മുന്നോട്ട് പോവുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം കൃത്യസമയത്ത് തീരുമാനമെടുക്കണം.